ഒരു മനുഷ്യരായൊരു പ്രേമൊക്കെ ഉണ്ടാവണം. അത് ആരോടും പറയരുത്, മനസ്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവണത്. അതിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു വേറെയാണ് അല്ലേ? അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഷീലാമ്മ സിനിമയിൽ കുറെ ആക്ടേഴ്സിനെ റൊമാൻസ് ചെയ്തിട്ടുണ്ടല്ലോ, സിനിമയിൽ അഭിനയമാണ്. അതില് ഷീലാമ്മയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി തോന്നിയ, ഏറ്റവും റൊമാൻറ്റിക് ആയി തോന്നിയ, ഓ വേണമെങ്കിൽ റിയൽ ലൈഫിൽ ഒന്ന് പ്രേമിക്കാം എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെ എല്ലാരോടും അങ്ങനെ ഒരു നടിയോട് ചോദിച്ചാൽ ആരെങ്കിലും പറയോ? ഇല്ല. സീക്രട്ട് ആയിട്ട് പറഞ്ഞു തരണം. ശിവാനന്ദനെ പോലെ ഞാനും സീക്രട്ട് ആയിട്ട് വെച്ചേക്കാം. പക്ഷെ ഉണ്ട് ഉണ്ട് സീക്രട്ട് ആണ്. പക്ഷെ ഏറ്റവും കംഫർട്ടബിൾ ആരായിരുന്നു ഓൺ സ്ക്രീൻ അഭിനയിക്കുമ്പം? ചേച്ചി മധു സാർ, പിന്നെ നസീർ സാർ. പിന്നെ ഭയങ്കര പേടിയായിരുന്നു സത്യൻ സാറോട് അഭിനയിക്കുമ്പോ. ഒരു സ്കൂൾ മാസ്റ്ററുടെ ഒരു കൊച്ചു പെണ്ണുപിഴയെ ഒരു സ്റ്റുഡന്റ് ബൈക്ക് കെട്ടിയൊക്കെ പിടിച്ച് അഭിനയിക്കുന്ന പോലെ ഒരു പേടിയായിരുന്നു വാസ്തവത്തിൽ. എല്ലാരും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ വന്ന് സത്യൻ സാറോടെ 47 പടം, 47 സത്യൻ സാറോടെ, മധു സാറോട് 70-75 പടം, നസീർ സാറോടെ 130 എന്നൊക്കെ ഒരു പറയുന്നു കുറെ പടങ്ങൾ. അതൊരു ഗിന്നസ് റെക്കോർഡെന്ന് പറയുന്നത് എനിക്ക് അതൊന്നും അറിയില്ല. പക്ഷെ കംഫർട്ടബിൾ ആയതുകൊണ്ടല്ലേ ഞാൻ അഭിനയിച്ചത്. അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ. സ്റ്റോറി ആണെങ്കിലും ആരെ ഹീറോ ആണെങ്കിലും ഞാൻ ഇഷ്ടപ്പെട്ട മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എത്ര സിനിമയിൽ ഞാൻ ഇവിടെ വന്നതും വളരെ കംഫർട്ടബിൾ ആണ്. അത് അവിടെ ഉണ്ട്, രജിത അവിടെ ഉണ്ട്, ഇവിടെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ള, നിങ്ങളല്ലേ ഇതിന്റെ ഒക്കെ ബാക്ക് ബോൺ. അപ്പോ എന്ത് ഭയങ്കര ഒരു വൈപ്പായിരിക്കും, ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും.